ഞാൻ ഐഡിയ പറഞ്ഞിട്ടെ, 10 കോടി റെഡി. അതിൻ്റെ 1% വെച്ച് എല്ലാ മാസവും വിഡ്രോ ചെയ്തു. 1% വെച്ച് എല്ലാ മാസവും യു ക്യാൻ വിഡ്രോ. ദാറ്റ് മീൻസ് 10 lakhs പെർ മന്ത്. മന്ത്ലി നിങ്ങളുടെ ലിവിങ്ങിന് വേണ്ടി 10 ലക്ഷം റുപ്യ ഉണ്ട്. 10 ലക്ഷം റുപ്യ മാസത്തിൽ ഒരു ദിവസം അത്ര കിട്ടും. 30,000 40,000 per day, 4 day. ഒരു മാസം കിട്ടുന്നില്ല. അപ്പോൾ അത്രയും. A very warm welcome and thank you for joining us today. നമ്മൾ ഫിനാൻസ് സ്കൂളിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഓഫ്ലൈൻ സെഷൻ ആണ്. സോ എല്ലാവരും എത്തിച്ചേർന്നതിൽ നല്ല സന്തോഷമുണ്ട്. ബിക്കോസ് your presence and energy is what make this event so special. So before we begin, I would like to take a moment to introduce our guest, Dr. Sanesh sir. He is a certified SEBI analyst and certified trainer at SEBI Smart, NSTL, CDSL and NISM and many more reputed bodies and organizations. So without any further delay, can we start? Okay. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം റിയൽ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എക്സാക്ട്ലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടാൻ സാധ്യത കുറവാണ്. ഇയാൾ ആരാന്ന് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഞാൻ ആദ്യം പറയണം. ഞാൻ വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ മേത്തോട്ടത്താഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കോഴിക്കോട്ടുകാരനാണോ ചോദിച്ചാലല്ല. സ്വന്തം സ്വദേശം മലപ്പുറമാണ്. മലപ്പുറത്ത് മക്കരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വടക്കാഞ്ചേരി ശ്രീവ്യാസ NSS കോളേജിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറും അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് അധ്യാപകനാണ്. ഞാൻ ആദ്യം പറയുന്നത് പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചിട്ടാണ്. നിങ്ങളൊക്കെ പല ഫീൽഡിൽ പഠിച്ച ആൾക്കാരായിരിക്കാം. പക്ഷെ നിങ്ങളൊന്നും പഠിക്കാത്തൊരു സാധനം നിങ്ങളെ സ്കൂളിലും പഠിപ്പിച്ചില്ല, കോളേജിലും പഠിപ്പിക്കാത്തൊരു സാധനമുണ്ട്. എന്താ അറിയൂ? അല്ല, നിങ്ങളെ പൈസ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? നിങ്ങൾ കമ്പനികളെ കണക്കൊക്കെ സെറ്റാക്കി കൊടുക്കാൻ റെഡി ആയിരിക്കും. പക്ഷെ അവസാനം എന്താവും? സ്വന്തം പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് ആൾക്കാർക്ക് അറിയും. ഞാനൊരു 3-4 ഇൻസിഡന്റ് പറഞ്ഞുതരാം. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജി, റിട്ടയേർഡ്, 71 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട്. ആ മനുഷ്യൻ കൊണ്ടുപോയി 90 ലക്ഷം റുപ്യ ഒരു തട്ടിപ്പ് സ്കീം കൊണ്ടുപോയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആദിത്യ ബിർള ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു തട്ടിപ്പ് ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഈ ജഡ്ജി കൊണ്ടുപോയി 90 ലക്ഷം റുപ്യ ഇട്ടിട്ട് അയാൾ അതിന്റെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്ന മനുഷ്യനാണ്. ആ 90 ലക്ഷം പോയ വഴി അയാൾ അറിഞ്ഞിട്ടില്ല. ആലപ്പുഴയിൽ ഒരു ഡോക്ടർ കൊണ്ടുപോയിട്ടത് 7.25 കോടി റുപ്യാണ്. സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് കാശുണ്ടാക്കി കൊടുക്കാൻ അയാൾക്ക് പറഞ്ഞു. നമുക്ക് ഡോക്ടറായി, ജഡ്ജായി, ഇനി സൈബർ ക്രൈം മാത്രം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക്കീൽ. സൈബർ കേസ് മാത്രമാണ് അയാളുടെ സ്പെഷ്യലൈസേഷൻ. അയാളെ പറ്റിച്ചത് 1.25 കോടിയാണ്. സൈബർ തട്ടിപ്പ് എന്ന് പറഞ്ഞ ഇവർക്ക് ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വില കുറവായിരുന്നോ? അല്ല. പക്ഷെ എന്താ കുഴപ്പം? ഫിനാൻഷ്യൽ നോളജ് എന്ന് പറഞ്ഞാൽ അത് സാധനം വേറെ. നിങ്ങളുടെ അക്കാഡമിക് നോളജും ഫിനാൻഷ്യൽ നോളജും തമ്മിൽ എന്തുണ്ട്? എൻറ്റയർലി ഡിഫറൻസ് ആണ്. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഈ പൈസയെ കുറിച്ച് പഠിക്കണ്ടേ? സ്കൂളിൽ പഠിക്കണം? സ്കൂളൊന്നും പഠിപ്പിക്കണ്ടല്ലോ. നമുക്ക് കുറെ സയൻസ് പഠിക്കാം, കെമിസ്ട്രി പഠിക്കാം, മാത്സ് പഠിക്കാം, മലയാളം പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, ജോഗ്രഫി പഠിക്കാം, ഹിസ്റ്ററി പഠിക്കാം, ഒക്കെ പഠിക്കാം. എന്നിട്ട് ഫുൾ A+ കിട്ടാം. 99.65% SSLCയുടെ വിജയ ശതമാനം. ക്ലിയർ? ഫുൾ A+ന്റെ അർത്ഥം എന്താണ്? കുട്ടി ഈസ് ബ്രില്യൻറ്റ്. കുട്ടിക്ക് ഒരു കേടുമില്ല. കുട്ടി എല്ലാ കാര്യങ്ങളും തറവാണ്. ഇനി കുട്ടിയെ കുറിച്ച് ഒന്നും പേടിക്കണ്ട. ഈ കുട്ടി എങ്ങോട്ട് കൊടുക്കും? +2 കൊടുക്കും. അവിടെയും കുട്ടി ഫുൾ A+. അതിന്റെ അർത്ഥം കുട്ടി എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻറ്റ്. ഇനി ഒരു പേടിയും പേടിക്കണ്ട. കുട്ടി അടുത്ത പരിപാടിക്ക് ഇറങ്ങും. എന്ന് കേട്ടാ, കുറേണ്ണം മെഡിസിന് പോവും, കുറേണ്ണം എഞ്ചിനീയറിങ്ങിന് പോവും, കുറേണ്ണം ഞങ്ങളെ കോളേജിലേക്ക് വരും, കുറേണ്ണം അവിടെ ഇവിടേക്കൊക്കെ പോവും. ഇതിന്റെയൊക്കെ അർത്ഥം, ഇതിന്റെയൊക്കെ ബേസ് എന്താണ്? ഈ കിട്ടിയ A+കളുടെ എണ്ണമാണ്. പ്രശ്നം എവിടെ കിടക്കുന്നത്? കുട്ടിക്ക് ഇല്ലാത്തൊരു സാധനമുണ്ട്, വകതിരിവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അല്ലെങ്കിൽ പച്ച ഇംഗ്ലീഷ് പറയും, കോമൺ സെൻസ് പറയും. ഇപ്പോഴ് ഒരു എൻട്രി ജോബുകൾക്ക് 20,000 റുപ്പീസിന്റെ മുകളിലോളം സാലറി കിട്ടുന്നവരുണ്ട്. എൻട്രി ജോബുകൾക്ക്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് കുഴപ്പമില്ലാത്തൊരു സ്കിൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ 20,000 മുകളിലൊക്കെ സാലറി കിട്ടുന്ന ജോബുകൾ ഞാൻ പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്കറിയാം. കുറച്ചുകൂടെ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ 50,000 സാലറി ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല നമ്മുടെ നാട്ടിൽ. ഒരു 1 ലാഖിലേക്ക് എത്തിക്കാൻ ഒരു പണിയില്ല. ഒരു 4-5 കൊല്ലം മെനക്കെട്ടാൽ സുഖമായിട്ട് ആ എൻട്രി ജോബിൽ അവിടെ എത്തിക്കാൻ പറ്റും. കഴിവ് വേണം, എക്സ്പീരിയൻസ് വേണം, ആ ഫീൽഡിൽ നിൽക്കാനുള്ളൊരു പാഷനും വേണം. അങ്ങനെ എത്തിയാൽ മതി. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. മാസം 30,000 വെച്ചിട്ട്
12%, സ്റ്റോക്ക് മാർക്കറ്റ് 15% ഇട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യണം, നിങ്ങൾ 12 എക്സ്പെക്ട് ചെയ്തു. 12%. ആദ്യത്തെ ഈ 30,000 വെച്ച് 12% റിട്ടേണിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആദ്യത്തെ 50 ലക്ഷത്തിനെന്നുണ്ടെങ്കിൽ എത്ര കൊല്ലം പിടിക്കും അറിയോ? 12% റിട്ടേണിൽ 30,000 ഉറുപ്പിക ഇങ്ങനെ ഇടാൻ പോയാൽ ആദ്യത്തെ 50 ലക്ഷത്തേക്ക് എത്താൻ 20 കൊല്ലം വേണ്ട, 8 കൊല്ലം 3 മാസം മതി. 8 കൊല്ലം 3 മാസം കഴിയുന്നതോടുകൂടി നിങ്ങൾ 1/2 കോടിയായി മാറി നിങ്ങളുടെ ആസ്തി. ഓക്കെ, നോക്ക് കോമഡി അല്ല കേട്ടോ, കറക്റ്റ് സാധനം ഉണ്ട് ഇതിനുള്ളിൽ. ആ സാധനം ബ്ലഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനോട് വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം അതൊരു ശരിക്കൊരു പാഷനാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ജേണിയാണ്. അടുത്ത ഇതേപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അടുത്ത 12 വർഷവും 4 മാസം, 8 വർഷത്തിൽ നിന്ന് ബാക്കി ഒരു 4 കൊല്ലം കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയാവും അറിയോ? അങ്ങനെയാണെങ്കിൽ 1 കോടി. നിങ്ങളൊരു കോടീശ്വരനായി കഴിഞ്ഞു. 12 കൊല്ലം കൊണ്ടാണ്. ആദ്യത്തെ 50 ലക്ഷം ഉണ്ടാവാൻ 8 കൊല്ലം എടുത്തെങ്കിൽ പിന്നെയുള്ള 12 ആവാന് 4 കൊല്ലം കൊണ്ട് പിന്നെ 1 കോടിയായി. 1.5 കോടി എത്താൻ 3 കൊല്ലം മതി. ദെൻ 2 കൊല്ലം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് 2 കോടിയായിരുന്നു. 17 കൊല്ലമായപ്പോഴേക്കും 2 കോടിയായി. 1 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് 2.5 കോടി. 2 കൊല്ലം കൂടെ കഴിയുമ്പോൾ 3 കോടിയായി. 1 കൊല്ലം കൂടെ കഴിയുമ്പോൾ 3.5 കോടി. കോടിക്കൊന്നൊരു വില ചെയ്യല്ലേ. 1 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴേക്കും 4 കോടി. അതെ, ഇവിടെ അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. 4 കോടി. നോക്ക്, 1 കൊല്ലം കൂടെ കഴിയുമ്പോൾ 4.5, 24 കൊല്ലം കൊണ്ട് 5 കോടി. ദാറ്റ് മീൻസ് നിങ്ങൾ 20 വയസ്സിൽ മാസം 30,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ 40കളുടെ തുടക്കത്തിൽ തന്നെ മോസ്റ്റ് പ്രോബ്ലി 5 കോടി നിങ്ങളുടെ കൈവശം ഉണ്ടാവും. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? എടോ, പൈസ വളരാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പൈസ ഇൻവെസ്റ്റഡ് ആയിരിക്കണം. അതിന്റെ മുകളിലെ റിട്ടേൺസ് അക്യുമുലേഷൻ 8th വണ്ടർ എന്ന് പറയും. കോമ്പൗണ്ടിങ് എന്ന എഫക്റ്റ്. ആ എഫക്റ്റ് ആണ്. പക്ഷെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഏതാ അറിയോ നിങ്ങൾക്ക്? ഏറ്റവും ടഫസ്റ്റ് പാർട്ട്, ഈ ജേണിയിൽ ഏറ്റവും ടഫസ്റ്റ് പാർട്ട്, ഞാൻ ഈ ജേണി സഞ്ചരിച്ച ആളാണ്. ദാറ്റ്സ് വൈ ഐ ആം ടോക്കിംഗ്. ഈ ജേണിയിൽ ഞാൻ പഠിച്ച ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഏതാ അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഹോൾഡിങ്. ഒരുത്തനെയും കേൾക്കാതെ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്യണം? അവിടെ നിൽക്കാൻ എനിക്ക് മനസ്സ് വരണം. വേണ്ടേ? ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുമ്പിൽ ഗുരുക്കന്മാരില്ല. ഇതൊക്കെ സെൽഫ് ലേൺഡാണ്. ഈ സെൽഫ് ലേൺഡായി വരുമ്പോഴുള്ള കുഴപ്പം തന്നെ നമുക്ക് ആരും ചോദിക്കാനൊന്നുമില്ല. നമ്മൾ ചെയ്തത് ശരിയാണ്, നമ്മളങ്ങ് വിശ്വസിച്ചേ പറ്റും. ഈ ഇനീഷ്യൽ ഇയേഴ്സ് ഉണ്ടല്ലോ, ഇത് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. ഇതിങ്ങനെ ആവുന്ന പോലും നമുക്കറിയില്ല. പക്ഷെ പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. കുറച്ച് പൈസ വന്നതോട് കൂടി പിന്നെയുള്ള ജേണി ഇറ്റ്സ് ഫുള്ളി ഈസി ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് ഇങ്ങനെ വരും. ആരെ പറയുന്നത്? അപ്പൊ നമ്മൾ 50 ലക്ഷം എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ 50 lakhs ആരുടെ കൂടെ ഉണ്ട്? ലക്ഷം പിന്നാലെ അറിയില്ലേ? പിന്നാലെ ഉണ്ട്. ഓരും കൂടെ റിട്ടേൺസ് ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിയുടെ കൂടെ നമ്മുടെ പാസീവ് ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അപ്പൊ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താ റിട്ടേൺ? 2 കൈൻഡ് ഓഫ് റിട്ടേൺ ഉണ്ട്. ഒന്ന് ഡിവിഡൻഡ്, കമ്പനിയുടെ ലാഭത്തിന്റെ പങ്ക്. അംബാനി കൊല്ല അയച്ചു തരും. എന്ത്? അക്കൗണ്ടിൽ കിട്ടരും. റിലയൻസിന്റെ ലാഭം പിടിച്ചോ, ജിയോന്റെ ലാഭം പിടിച്ചോ, സ്മാർട്ടിന്റെ ലാഭം പിടിച്ചോ. ഞങ്ങൾക്ക് ഒറ്റ കമ്പനിയാണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓക്കെ, എയർടെല്ലുകാര് കൃത്യമായിട്ട് ലാഭം തരും, മാരുതിക്കാര് കൃത്യമായിട്ട് ലാഭം തരും. അങ്ങനെ അറിവുകളും അറിവില്ലാത്തതായിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അവിടുന്ന് എന്ത് വരുന്നുണ്ട്? പ്രോഫിറ്റ് ഷെയർ വരും. പിന്നെയോ രണ്ടാമത്തെ റിട്ടേൺ എന്താ? സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്ന സാധനമല്ലേ? കയറുമ്പോഴും ഇറങ്ങുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് സ്ട്രാറ്റജീസ് വെച്ച് ട്രേഡ് ചെയ്യും. സോ ആ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് അതിന് കിട്ടുന്ന പൈസ മ്യൂച്വൽ ഫണ്ടിൽ SIPs ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പല റൂട്ടിലൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺസ് വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ജേണി വളരെ ഈസിയായി ഇവിടേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇനി ഈ 5 കോടി 10 കോടി അവൻ എത്ര സമയം പിടിക്കുന്നതായിട്ടും ഇതിന്റെ സെൻസ് കിട്ടിയ ഒരാൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. My target is very simple to achieve 10 crore. I think, as per my view, within next 4 or 5 years, I'll reach my destination.
ഷുവർലി. കാരണം ഈ 20 to 25 years എടുത്തു ഞാൻ ഈ ജേണിക്ക്. ആ 25 കൊല്ലത്തെ ജേണിയാണ് ഇപ്പൊ പറയുന്നത് വരാൻ പോകുന്ന 4-5 കൊല്ലം കൊണ്ട് അച്ചീവ് ആവുന്നുണ്ട്. അത്രയും വലിയൊരു ഏണിങ്സ്. കാരണം നമ്മുടെ കൂടെ ആരപ്പുള്ളത്? 5 crore നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ഈ 5 crore എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് റിട്ടേൺസ്. ഇതാണ് അതിന്റെ മാജിക്. മനസ്സിലായോ? ഇതൊക്കെ വരണമെങ്കിൽ എന്ത് വരണം? യു ഹാവ് ടു സേവ് ഫസ്റ്റ്, യു ഹാവ് ടു ഇൻവെസ്റ്റ് ദെൻ. വേണ്ടേ? അത് കൊള്ളാവുന്ന രാസ്തിയിൽ ഇടണം. ഇത്രയും ക്ഷമ വേണം. നടക്കുവോ? നടത്തിയ ഒരു കാര്യം പറഞ്ഞുതരാം. 10 കോടി കഴിഞ്ഞ് എന്ത് ചെയ്യും? ആ 10 കോടി തീർക്കാൻ എത്ര സമയം വേണം? ഞാൻ ഐഡിയ പറഞ്ഞിട്ടെ. 10 കോടി റെഡി. അതിന്റെ 1% വെച്ച് എല്ലാ മാസവും വിഡ്രോ ചെയ്തു. 1% വെച്ച് എല്ലാ മാസവും യു ക്യാൻ വിഡ്രോ. ദാറ്റ് മീൻസ് 10 lakhs per month. മന്ത്ലി നിങ്ങളുടെ ലിവിങ്ങിന് വേണ്ടി 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ മാസത്തിൽ. ഒരു ദിവസം എത്ര കിട്ടും? 30,000 40,000 per day. ഒരു മാസം കിട്ടുന്നില്ല. അപ്പൊ അത്രയും തീരുവോ? SWP എന്ന് പറഞ്ഞ സാധനം കിട്ടണം. സിപ്പിന്റെ ഓപ്പോസിറ്റാ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. മന്ത്ലി യു ക്യാൻ വിഡ്രോ യുവർ കോർപ്പസിന്റെ 1% യു ക്യാൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം വെച്ച് വിഡ്രോ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് മാസം അങ്ങനെ വിഡ്രോ ചെയ്ത് എത്ര കാലം കൊണ്ട് 10 കോടി തീരും? ഓരോ മാസം 10 ലക്ഷം വെച്ചെടുത്താം. മാത്തമാറ്റിക്കലി ചിന്തിക്കല്ലേ. മാത്തമാറ്റിക്സും ഫിനാൻസും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ്. കാര്യം ഈ കണക്കുകാരും ഫിനാൻസുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഞങ്ങള് ലോജിക്കലിയാണ്. ഫിനാൻസുകാർ കൂടുതൽ ലോജിക്കലി ചിന്തിക്കുക. കണക്കുകാര് എക്സാക്ട് സയൻസിലാണ് വിശ്വസിക്കുക. ഫിനാൻസുകാർ ഒരിക്കലും ലോജിക്കലി അല്ലാതെ ചിന്തിക്കാറില്ല. മാത്തമാറ്റിക്കലി കറക്റ്റ് ആണ്. 10 ലക്ഷം വെച്ചിട്ട് 100 മാസം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 10 കോടി വിൽ ബി ഓവർ. പക്ഷെ ആസ് പെർ മൈ വ്യൂ 10 lakh വിഡ്രോ ചെയ്താൽ ബാക്കി എത്ര പൈസ? 9 crore 90 lakhs അവിടെ തന്നെ കിടക്കില്ലേ? 12% വെച്ച് കോമ്പൗണ്ട് ചെയ്താൽ പോലും ആ ഒരു എടുത്ത പൈസ വീണ്ടും അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ടു റീപ്ലേസ്. അതിന്റെ അർത്ഥം എടുത്താലും ഇത് തീരൂല. ഇതാണ് പരിപാടി. നിങ്ങളോട് 10 കോടി എന്ന് പറഞ്ഞ് ഞാൻ പേടിപ്പിക്കണില്ല. 1 കോടി പ്ലീസ്. ഒരു കോടീശ്വരൻ അറ്റ്ലീസ്റ്റ് ടാർഗറ്റ് ചെയ്യ്. മന്ത്ലി 1 lakh. ഇവിടെ കിട്ടുന്നതിനെക്കാട്ട് എന്തായാലും കൂടുതലാണ് അല്ലേ? എന്നിട്ട് മാസം 1 ലക്ഷം ഉറപ്പിച്ച് എടുക്കാതെ റെഡി ആയിക്കോ. എന്നിട്ട് എന്ത് ചെയ്യുക? പണിയൊക്കെ ഒഴിവാക്കുക. ഓക്കെ, മാസം 1 ലക്ഷം ഉറപ്പ് ജീവിക്കാണ്ട് സമാധാനമായിട്ട് കഴിയും. ക്യാൻ യു? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ. 50 lakh ഉണ്ടെങ്കിൽ മന്ത്ലി 50,000. 10 lakh ഉണ്ടെങ്കിൽ മന്ത്ലി എത്രയാ? 10,000. ഓക്കെ, സോ ചെറിയ ടാർഗറ്റ്സ് വെക്കുക. ആ ടാർഗറ്റ്സ് എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക. ക്ലിയർ?